നമ്മുടെ ഭരണഘടന കോൺഗ്രസ് അസംബ്ലി ഉണ്ടാക്കുന്നു. കോൺഗ്രസ് അസംബ്ലിയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. നെഹ്റു, അംബേദ്കർ, മൗലാന അബുൽ കലാം ആസാദ് തുടങ്ങിയ ഒരുപാട് പ്രഗത്ഭരായ അംഗങ്ങളെല്ലാം ഈ കോൺഗ്രസ് അസംബ്ലിയിലെ മെമ്പേഴ്സുമായിരുന്നു. അപ്പോൾ ഭരണഘടന ഏകദേശം എഴുതി തീരായപ്പം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഒരു ഐഡിയ തോന്നി. നമ്മുടെ ഭരണഘടന, ഇംഗ്ലീഷിലുള്ള ഭരണഘടന കൈകൊണ്ട് എഴുതുക. ഒരാൾ അത് കൈകൊണ്ട് എഴുതണം. അതായത് കാലിഗ്രാഫി എന്ന് പറയും. മുഴുവൻ ഭരണഘടന ഒരാൾ സ്വന്തം കയ്യക്ഷരത്തിൽ എഴുതണം എന്നൊരാഗ്രഹം ജവഹർലാൽ നെഹ്റു ഉണ്ടാകുകയും അതനുസരിച്ച് ഡൽഹിയിൽ ഇങ്ങനെ എഴുതുന്ന ചില ഫാമിലിയുണ്ട്. അതിലെ ഒരാളിനെ ഈ ജോലി കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേര് പ്രേം ബിഹാരി റെയ്സാദ എന്നാണ്. നല്ല കയ്യക്ഷരമുള്ള അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇന്ത്യൻ ഭരണഘടന മുഴുവനും കൈകൊണ്ട് എഴുതാനായിട്ട് ഇദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം കുറേ ദിവസങ്ങളെടുത്തിട്ട് ഈ ഭരണഘടന എഴുതി തീർത്തപ്പോൾ അതിന് ഏകദേശം 37.6 കിലോഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്നു. അതിന് ഏകദേശം 251 പേജ് ഉണ്ടായിരുന്നു. ആ ചരിത്രത്തിൽ പറയുന്നത് ഇത്ര നിബ്ബ് ഉപയോഗിച്ചു, 350 നിബ്ബ് വരെ, അന്ന് മഷിയാണ്, നിബ്ബ് ഉപയോഗിച്ചാണ് ഇദ്ദേഹം എഴുതിയത്. അതിൽ രസം എന്ന് പറഞ്ഞാൽ നെഹ്റു അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് എഴുതുന്നതിന് എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം പ്രേം ബിഹാരി റെയ്സാദ പറഞ്ഞു, എനിക്ക് ഇതൊരു ദേശീയ സേവനമാണ്, എനിക്കൊരു പൈസ പോലും വേണ്ട, പക്ഷേ എനിക്കൊരു ഫേവർ ചെയ്ത് തരണം. അതായത് ഭരണഘടന എല്ലാ പേജിലും ഏറ്റവും താഴെ എൻ്റെ പേര് എഴുതാൻ അനുവദിക്കണം. അതുകൂടാതെ ലാസ്റ്റ് പേജിൽ എൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരൂടെ എഴുതാൻ അനുവദിക്കണം. അദ്ദേഹത്തിൻ്റെ പേര് RP സക്സേന എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേരൂടെ എഴുതാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. നെഹ്റു പറഞ്ഞു, ഓക്കെ, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഈ രണ്ടുപേരുടെ ഈ പേരെഴുതി നമ്മുടെ ഭരണഘടന സ്വന്തം കാലിഗ്രാഫി ചെയ്തെടുത്തു. അപ്പോൾ നാച്ചുറലി നമുക്കൊരു തോന്നാം, അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ്റെ പേര് എഴുതണമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും പേര് എഴുതണമെന്നല്ല അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും കുട്ടിക്കാലത്ത് മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തെ വളർത്തിയത് ഈ ഗ്രാൻഡ് ഫാദറാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അവസാനത്തെ പേജിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ആ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരൂടെ എഴുതണം. അത് അന്വയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ ഹിന്ദിയിലും ഒരു വേർഷൻ ഉണ്ടാക്കി. ഹിന്ദിയിലും ആ ഹാൻഡ് റിട്ടൺ കോപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയിലും ഹാൻഡ് റിട്ടൺ കോപ്പിയുണ്ട്. ഇത് രണ്ടും ഇപ്പോൾ ഈ ഹീലിയം ഫിൽഡ് കേസ് പറയും, ഈ പേപ്പർ പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത ഹീലിയം ഫിൽഡ് കേസസ്, അങ്ങനെ കേസസിനകത്ത് ഇന്ത്യയുടെ പാർലമെൻറ്റ് ലൈബ്രറിയിലാണ് ഈ രണ്ട് ബുക്കും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്.